ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ 3 ബില്ലുകൾ, ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പരാജയപ്പെട്ടു. അത് ജനാധിപത്യത്തിൽ അസ്വാഭാവികമായ ഒരു സംഭവമല്ല. ഭരണപക്ഷം അവതരിപ്പിക്കുന്ന മണി ബില്ലുകൾ, ഫിനാൻഷ്യൽ ബില്ലുകൾ പോയിട്ട് മറ്റ് ബില്ലുകൾ പരാജയപ്പെടുത്താനുള്ള സ്വാഭാവികമായ അവകാശം പാർലമെന്റിനുണ്ട്. ശരി, ജനങ്ങളത് മറന്നു കഴിഞ്ഞു. ഒരു പരാജയം വന്നു കഴിഞ്ഞു, ജനങ്ങളത് മറന്നു കഴിഞ്ഞു. പക്ഷേ മുറിവിന്റെ പുറത്ത് മുളക് പുരട്ടുന്ന മാതിരി അങ്ങ് നടത്തിയ പ്രസംഗം അത് വൈറലായ ഒരു പ്രസംഗമായിരുന്നു. അങ്ങ് ഉപയോഗിച്ച വാക്കുകൾ, ഒന്ന് പ്രതിപക്ഷം ഭ്രൂണഹത്യ നടത്തിയെന്നുള്ളതാണ്. ഒരു ഭ്രൂണമാകുമ്പോഴത്തേക്ക് അതിലെ പുരുഷ ബീജവും സ്ത്രീ അണ്ടവും ഉണ്ടാവണമല്ലോ. അങ്ങനെയൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഇതൊരു ഒന്നില് ഒരു ബീജം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു അണ്ടം മാത്രമാണ്. ഇത് തമ്മിലുള്ള ഒരു സംയോഗം നടന്നിട്ട് അതിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുകയോ ചെയ്യുന്നതിനാണ് ഭ്രൂണഹത്യ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങെന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ഭ്രൂണഹത്യ എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ആഴത്തിൽ കൊണ്ട ഒരു വാക്കാണ്. അങ്ങനെ ഒരു ഭ്രൂണഹത്യ നടന്നിട്ടില്ല. രണ്ടാമത്, ഈ ബില്ലുകൾ പരാജയപ്പെടുത്തിയതിന് പ്രതിപക്ഷത്തെ ശിക്ഷിക്കുമെന്നുള്ളതാണ്. ആര്? കർത്താവ്, കർമ്മം, ക്രിയ ഇതൊക്കെ ചേർത്താണല്ലോ നമ്മൾ സാധാരണ സംസാരിക്കാറുള്ളത്. ആര് ശിക്ഷിക്കുമെന്നാണോ? ജനങ്ങൾ ശിക്ഷിക്കുമെന്നാണോ? അതോ ഈ സർക്കാർ ശിക്ഷിക്കുമെന്നാണോ? എനിക്കറിയത്തില്ല. ജനങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതിപക്ഷത്തെ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്. ആ അധികാരം അവർ ഉപയോഗിക്കുന്നത് അടുത്ത ബാലറ്റിലൂടെയാണ്. അതിന് ധാരാളം വർഷങ്ങൾ കാത്തിരിക്കാറുണ്ട്. ഗവൺമെന്റ് പ്രതിപക്ഷത്തെ ശിക്ഷിക്കുമെന്നാണെങ്കിൽ അത് ജനാധിപത്യത്തെ ഭയപ്പെടുത്തലാണ്. അത് അങ്ങേപ്പോലുള്ളൊരു ആളുടെ വാക്കിൽ നിന്ന് അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. രണ്ടാമത്, 3/2 ഭൂരിപക്ഷം ആവശ്യമുള്ള ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ഒന്ന്, സ്വന്തം ഘടകകക്ഷികളോട് ആലോചിക്കണമായിരുന്നു, അവരുടെ സമ്മതം വാങ്ങണമായിരുന്നു. 2, പ്രതിപക്ഷവുമായി ആവശ്യമായ ഒരു കാര്യമാണെങ്കിൽ സമ്മതിക്കണമായിരുന്നു. നടന്നില്ല. അപ്പോൾ ഇങ്ങനൊരു ബില്ല് NDAയിൽ പോലും ചർച്ച ചെയ്യാതെ, BJPയുടെ പാർട്ടി വേദികളിൽ ചർച്ച ചെയ്യാതെ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു ബില്ല്, അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത പാർട്ടിക്കില്ല. രണ്ടാമതായി, ഈ ബില്ല് അവതരിപ്പിക്കാൻ പാർലമെന്റിൽ അവകാശമുള്ളതുപോലെ തന്നെയാണ് ആ ബില്ല് നിരാകരിക്കാൻ പ്രതിപക്ഷത്തിനുള്ള അവകാശവും. അത് ഒട്ടും കുറവല്ല. ഇനി നമ്മൾ ചരിത്രത്തിലെ സിമിലാരിറ്റീസ് നോക്കുകയാണെങ്കിൽ, സാമ്യതകൾ നോക്കുകയാണെങ്കിൽ, VP സിംഗ് ഭരണകാലത്ത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ന്യൂനപക്ഷങ്ങളുടെ OBCയുടെ വോട്ടുകൾ നേടുന്നതിന് കണക്കാക്കി മന്ത്രിസഭയിലെ കൂട്ടുകക്ഷികളായ BJPയോട് ആലോചിക്കാതെ, അല്ലെങ്കിൽ അവരുടെ സമ്മതമില്ലാതെ നേരെ പാർലമെന്റിലേക്ക് കൊണ്ടുവരുന്ന ധിക്കാരപരമായ ഒരു കാര്യമാണ് VP സിംഗിൽ നിന്ന് നമ്മൾ കണ്ടത്. ജനാധിപത്യത്തിന്റെ സാമാന്യ മര്യാദകൾ ലംഘിക്കുന്ന ആ തീരുമാനത്തിനെതിരെ പ്രതിഷേധിച്ചത് BJP ആണെന്ന് ഓർക്കുക. അന്നത്തെ 2 ക്യാബിനറ്റ് മന്ത്രിമാരായ ശ്രീ അടൽ ബിഹാരി വാജ്പേയിയും LK അദ്വാനിയും രാജിവെച്ചിട്ടാണ് അതിനോട് പ്രതികരിച്ചത്. അന്ന് ശ്രീ VP സിംഗിന്റെ ധാർഷ്ട്യത്തോടെയുള്ള തീരുമാനം എന്തായെന്ന് വെച്ചാൽ, BJPക്ക് പറയാനുള്ളത് സഭയിൽ പറഞ്ഞോട്ടെ. അതെന്ത് മര്യാദയാണെന്നാണ് നമ്മൾ അന്ന് ആലോചിച്ചത്. കൂട്ടുകക്ഷിയായ, ഘടകകക്ഷിയായ BJPയോട് ആലോചിക്കാതെ ഇങ്ങനെ ഒരു ബില്ല് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രമേയം പാർലമെന്റിൽ കൊണ്ടുവരുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് അഭിപ്രായം പറയേണ്ട, എതിർക്കേണ്ടിയിരുന്ന ഒരു സമയം ഇല്ലാതാക്കുക എന്നുള്ള ഒരു മൗഢ്യമാണ് ശ്രീ VP സിംഗ് ചെയ്തത്. അതുകൊണ്ട് VP സിംഗിനെ ഇന്ത്യയിലെ ഒരിക്കലും ശക്തനായ ഒരു പ്രധാനമന്ത്രിയായി നമ്മൾ ആരും കണ്ടിട്ടില്ല.
ഒരു കാപട്യക്കാരനായ കോൺഗ്രസ്സുകാരനായി മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്തായാലും രാജ്യം ആവശ്യപ്പെടുന്നത് ജനാധിപത്യപരമായ രീതിയിൽ നമ്മുടെ നിയമ ഭരണഘടനയെ സംരക്ഷിച്ചുകൊണ്ട് നമുക്കറിയാം, കഴിഞ്ഞ രണ്ട് ലോക്സഭകളെക്കാളും കുറഞ്ഞ ഭൂരിപക്ഷമാണ് ഇത്തവണ സർക്കാരിന് ജനങ്ങൾ നൽകിയത്. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും. പക്ഷേ വാസ്തവമായി തന്നെ അവശേഷിക്കുകയാണ്, ഈ ഗവൺമെന്റിന് ജനങ്ങൾ കൊടുത്ത മാൻഡേറ്റ് അല്ലെങ്കിൽ ജനപിന്തുണ കുറവായിരുന്നു. അത് മനസ്സിലാക്കി കുറച്ചുകൂടെ അവധാനതയോടെ കാര്യങ്ങൾ നീക്കാൻ പ്രധാനമന്ത്രി ശ്രമിക്കാമായിരുന്നു എന്നാണ് നമ്മുടെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഒരിക്കലും ഒരു ബില്ലിനെ പ്രതിപക്ഷത്തെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ജയിപ്പിക്കാമെന്ന് നമ്മൾ വിചാരിക്കരുത്. വികാരപരമായി ബ്ലാക്ക്മെയിൽ ചെയ്യിക്കാമെന്ന് നമ്മൾ വിചാരിക്കരുത്. അത് ഒരു അടുത്ത ഇലക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന അത്യാവശ്യമായ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു നീക്കം ഗവൺമെന്റിൽ നിന്നുണ്ടായത്. സത്യം പറഞ്ഞാൽ ജനാധിപത്യ വിശ്വാസികളെ ഞെട്ടിക്കുന്നതായിരുന്നു ആ തീരുമാനം. രണ്ടാമതായി, എനിക്ക് മറ്റൊരു സജഷൻ നൽകാൻ സാധിക്കും. ആരുടെയും പ്രതിപക്ഷത്തിന്റെയോ ഭരണപക്ഷത്തിന്റെയോ വികാരങ്ങൾ വ്രണപ്പെടാതെ അവരുടെ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നിലവിൽ മുമ്പ് നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഉണ്ടായിരുന്ന ദ്വയാംഗത്വ മണ്ഡലം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോ ഉള്ള നിയമസഭ ലോക്സഭ അംഗങ്ങളെയും അവരുടെ പ്രതിനിധികളെയും മണ്ഡലങ്ങളെയും എല്ലാം അതേപടി നിർത്തിക്കൊണ്ട് മൂന്ന് മണ്ഡലങ്ങൾ ചേർന്ന് അതിലെ ഒരു മണ്ഡലം വനിതാ സംവരണമാക്കി നിർബന്ധമാക്കി മാറ്റുക, അത് ദ്വയാംഗത്വ മണ്ഡലമാക്കുക. 3 എണ്ണത്തിൽ ഒരെണ്ണം ദ്വയാംഗത്വ മണ്ഡലമാണ്. റൊട്ടേഷനായിട്ട് അടുത്ത തവണ അത് 2ാമത്തെ മണ്ഡലത്തിലോട്ട് പോകും, അതിൻ്റെ അടുത്ത തവണ 3ാമത്തെ മണ്ഡലത്തിലോട്ട് പോകും, അതിൻ്റെ അടുത്ത തവണ വീണ്ടും ആദ്യത്തെ മണ്ഡലത്തിലേക്ക് വരും. അപ്പോൾ നിലവിലുള്ള ലോക്സഭാ അംഗങ്ങളുടെ എണ്ണത്തിലെ മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്ന് മാത്രമല്ല, 1/3 വനിതാ അംഗങ്ങൾ പുതുതായിട്ട് വരികയും ചെയ്യും. ഇനി ഇത്രയും വനിതാ സംവരണത്തിന് വേണ്ടി വാദിച്ച പ്രധാനമന്ത്രിജി നിങ്ങളുടെ പാർട്ടിയുടെ പാർലമെന്ററി ബോർഡിലോട്ട് പറഞ്ഞ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ തോൽക്കുന്ന സീറ്റുകളാണെങ്കിൽ പോലും 1/3 സീറ്റുകൾ വനിതകൾക്കായി മാറ്റിവെക്കാൻ തയ്യാറാകണമായിരുന്നു. ഇപ്പോൾ നടക്കുന്ന നിയമസഭാ ഇലക്ഷനുകൾ തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം. അതായത് അങ്ങ് പറഞ്ഞ ആ വനിതാ സംവരണത്തോടുള്ള സമീപനം ന്യായവും സത്യവും ക്ലിഷ്ടവുമാണെങ്കിൽ ആദ്യം തുടങ്ങേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ആ ക്ലീനിങ് തുടങ്ങേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് BJPയുടെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ 1/3 വനിതകൾക്ക് മാറ്റിവെക്കണമായിരുന്നു. അത് ചെയ്യുന്നത് വരെ നമുക്ക് വനിതാ സംവരണത്തെ പറ്റി സംസാരിക്കാൻ ധാർമ്മികമായിട്ടുള്ള യാതൊരു അവകാശവുമില്ല. മറ്റൊരു വാദം ഇത് നടന്നിരുന്നെങ്കിൽ ഇതോടെ കുടുംബാധിപത്യം അവസാനിക്കുമായിരുന്നു എന്നാണ്. ഒരിക്കലുമില്ല. കുടുംബാധിപത്യവും ഇതും 2 പ്രത്യേക കാര്യങ്ങളാണ്, 2 പ്രത്യേകം അഡ്രസ് ചെയ്യപ്പെടേണ്ട ഇഷ്യൂസാണ്. BJPയുടെ തന്നെ ദേശീയ പ്രസിഡന്റായിരിക്കുന്ന അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചുപോയ ഒഴിവിൽ പാർട്ടിയിലേക്ക് വന്ന അദ്ദേഹമാണെന്നുള്ള കാര്യം നമ്മൾ മറക്കണ്ട. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തുടങ്ങേണ്ടത് BJPയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. ഇനി ഈ വനിതാ സംവരണ ബില്ലിന്റെ വരുംവരായികളെ പറ്റിയിട്ടും അതെന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നും എന്തിനു വേണ്ടി പരാജയപ്പെടുത്തിയെന്നും നമ്മുടെ നിഷ സോമൻ എന്ന് പറയുന്ന മഹതി പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോയുടെ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രക്ഷേപണം ചെയ്യുകയാണ്. ദയവേത് അത് വിലയിരുത്തുക. നമസ്കാരം. പണ്ട് ഡൽഹിയിൽ അണ്ണ ഹസാരെ സമരം നടത്തിയത് ഓർക്കുന്നുണ്ടോ? അന്ന് ബാബ രാംദേവ് ചുരിദാറിട്ട് പെൺവേഷം കെട്ടി വന്നിട്ട് പിന്നെ മുങ്ങിയതും ഓർക്കുന്നുണ്ടോ? അതുപോലെ ഒരു സംഭവമാണ് ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ സംവരണം എന്ന ചുരിദാർ ഇടിപ്പിച്ച് മണ്ഡല പുനർനിർണയം നടത്തി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് കൂട്ടി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് കുറച്ച് അധികാരത്തിൽ തുടരുക. പക്ഷേ സംഗതി ഒത്തില്ല. യഥാർത്ഥത്തിൽ ഇത് വനിതാ സംവരണ ബില്ലല്ല,
പുരുഷ സംവരണ ബില്ലാണ്. അതാണ് തമാശ. 2023 സെപ്റ്റംബർ 23 എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഐകകണ്ഠ്യേന പാസാക്കിയതാണ് ലോക്സഭയിലും നിയമസഭയിലേക്കുമുള്ള വനിതാ സംവരണ ബില്ല്. 2 വർഷമായിട്ടും ആ നിയമം നോട്ടിഫൈ ചെയ്തിരുന്നില്ല. 2 ദിവസം മുമ്പാണ് അത് നോട്ടിഫൈ ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 46 സീറ്റുകളിൽ വനിതാ സംവരണം ഉണ്ടായിരുന്നേനെ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരു സീറ്റിനായി ആണധികാരത്തിന്റെ കാൽക്കൽ വീണ് യാചിക്കുന്ന സ്ത്രീകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാകുമായിരുന്നില്ല. വനിതാ സംവരണം ഇപ്പോൾ നടപ്പാക്കിയാൽ ലോക്സഭയിൽ 543 സീറ്റിൽ 181 സീറ്റ് സ്ത്രീകൾക്കും ബാക്കി 362 സീറ്റ് പുരുഷന്മാർക്കുമായി ചുരുങ്ങും. ഇന്ന് 469 പുരുഷ MP-മാരുണ്ട്. അവരിൽ പലരുടെയും രാഷ്ട്രീയ ഭാവി തീർന്നുപോകും. അതിനെ മറികടക്കാൻ കണ്ട മാർഗമാണ് പാർലമെന്റിൽ 850 സീറ്റുകൾ ഉണ്ടാക്കുക എന്നത്. അങ്ങനെ വന്നാൽ 570 സീറ്റുകൾ പുരുഷന്മാർക്ക് കിട്ടും. അതായത് നിലവിലുള്ളതിനേക്കാൾ 100 സീറ്റ് കൂടുതൽ പുരുഷന്മാർക്ക് കിട്ടും. എങ്ങനെയുണ്ട് മോദിജിയുടെ ബുദ്ധി? ഇനി പറയുന്നത് ജനസംഖ്യാ അനുപാതത്തിൽ MP-മാരുടെ എണ്ണം വേണമെന്നാണ്. ഒരു തെറ്റുമില്ല. പക്ഷെ അതിലുമുണ്ട് മോദിജിയുടെ വക ഉടായ്പ്. ഈ 850 സീറ്റുകളിൽ 815 എണ്ണം സംസ്ഥാനങ്ങൾക്കും ബാക്കി 35 എണ്ണം 9 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമാണ്. ഈ 35ന്റെ കണക്ക് എവിടുന്ന് വന്നു? ഇപ്പോൾ എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കൂടി 19 സീറ്റാണുള്ളത്. ജനസംഖ്യ അനുസരിച്ചാണെങ്കിൽ 23 സീറ്റേ പാടുള്ളൂ. ഇന്ന് പക്ഷെ 3.5% സീറ്റുകളുണ്ട്. ആ കണക്കിലാണെങ്കിൽ 29 സീറ്റേ പാടുള്ളൂ. അപ്പൊ പിന്നെ ഈ 35ന്റെ കണക്ക് എവിടുന്ന് വന്നു? മോദിജിയുടെ ബുദ്ധിയെ നിങ്ങൾ വീണ്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. 9 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 7 എണ്ണവും ജനസംഖ്യ വളരെ കുറഞ്ഞ സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് ഇന്നത്തെ ഒരു സീറ്റ് മാത്രമേ കിട്ടൂ. ഇനിയാണ് കളിയിലെ കാര്യം. ബാക്കിയുള്ള 2 എണ്ണം ഡൽഹിയും ജമ്മു കാശ്മീരുമാണ്. അപ്പോൾ ബാക്കിയുള്ള 28 സീറ്റ് ഡൽഹിയും കാശ്മീരുമായി വീതിക്കുമ്പോൾ ഡൽഹിയുടെ ഇന്നത്തെ 7 സീറ്റ് 2.5 ഇരട്ടി കൂടി 17 ആകും. ജമ്മു കാശ്മീരിന്റെ 5 സീറ്റ് 11 ആകും. ഡൽഹി കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും BJP തൂത്തുവാരിയ സ്ഥലമാണ്. അവിടെ 17 BJPക്ക് കിട്ടിയാൽ പൊളിക്കുമോ? ജനസംഖ്യ കണക്കനുസരിച്ചാണ് എങ്കിൽ 12 സീറ്റാണ് വേണ്ടത്. പക്ഷെ ഡൽഹിക്ക് മാത്രം 17 കിട്ടും. ഇതുപോലെ ഡീലിമിറ്റേഷൻ നടത്തുമ്പോൾ ആ കാഞ്ഞ ബുദ്ധി ഉപയോഗിച്ചാൽ ഇപ്പോൾ കാശ്മീരിലെ 2 സീറ്റ് BJPക്ക് വേണമെങ്കിൽ 6 ആക്കാം. അപ്പോൾ ജനസംഖ്യാ അനുപാതത്തിലല്ല വീതം വെക്കാൻ ഉദ്ദേശിച്ചത് എന്ന് പകൽ പോലെ വ്യക്തമല്ലേ? 2011 സെൻസസ് പ്രകാരം ഡൽഹിയുടെ കൃത്യം 2 ഇരട്ടി ജനസംഖ്യയുണ്ട് കേരളത്തിൽ. അങ്ങനെയാണെങ്കിൽ കേരളത്തിന് 34 സീറ്റ് കിട്ടണം. പക്ഷെ പുതിയ കണക്കിൽ 23 സീറ്റേ ഉള്ളൂ. എങ്ങനെയുണ്ട് മോദിജിയുടെ ബുദ്ധി? 1971 സെൻസസ് പ്രകാരമാണ് ഇന്നത്തെ സീറ്റുകൾ നിർണയിച്ചിരിക്കുന്നത്. അന്ന് കേരളത്തിൽ 2,10,00,000 ജനസംഖ്യ. അതുകൊണ്ട് കേരളത്തിന് 20 സീറ്റ്. കർണാടകത്തിൽ 2,92,00,000. അതുകൊണ്ട് 28 സീറ്റ്. തമിഴ്നാട്ടിൽ 4,11,00,000. അതുകൊണ്ട് 39 സീറ്റ്. അന്ന് പക്ഷേ ഉത്തർപ്രദേശിൽ 8.8 കോടിയും ബീഹാറിൽ 5.6 കോടിയുമായിരുന്നു ജനസംഖ്യ. ഇന്ന് പക്ഷെ അത് 3 ഇരട്ടിയായി. ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും കൂടി ചേർത്താൽ ഇന്ന് 26 കോടി പേരുണ്ട്. ബീഹാറും ജാർഖണ്ഡും ചേർത്താൽ 17.5 കോടിയുണ്ട്. അവിടെ ജനസംഖ്യ 3 ഇരട്ടിയായപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ജനസംഖ്യ കുറഞ്ഞു. ബാംഗ്ലൂരിലെ പ്രവാസികളെ ഒഴിച്ചു നിർത്തിയാൽ കർണാടകയിലും ഇതേ സ്ഥിതി തന്നെയാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ജനസംഖ്യാ നിയന്ത്രണ പരിപാടികൾ കൃത്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾക്കുള്ള ശിക്ഷയല്ലേ സത്യം പറഞ്ഞാൽ മോദി കൊണ്ടുവന്ന ഈ ഉഡായിപ്പ് ബില്ല്? 2029 ഇലക്ഷൻ ജയിക്കാനുള്ള ഒരു അടവ് മാത്രമല്ലേ ഇത്? അല്ലെങ്കിൽ എന്തിനാണ് ഡൽഹിക്ക് കൂടുതൽ സീറ്റ്? ഇന്നത്തെ 543 MP-മാരിൽ എത്ര പേർക്ക് പാർലമെന്റിൽ സംസാരിക്കാൻ സമയം കിട്ടുന്നുണ്ട്? എന്തിന് പ്രധാനമന്ത്രി എത്ര ദിവസം പാർലമെന്റിൽ വരുന്നുണ്ട്? ഈ 543 നേരെ 850 ആക്കിയാൽ ആർക്കെങ്കിലും സംസാരിക്കാൻ സമയം കിട്ടുമോ? ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനാണ് പാർലമെന്റെങ്കിൽ അവിടെ ഉള്ളവർക്ക് സംസാരിക്കാൻ കൂടുതൽ സമയം കൊടുക്കുകയല്ലേ വേണ്ടത്? അതോ കൂടുതൽ ആളുകളെ കൊണ്ട് നിറയ്ക്കുകയാണോ വേണ്ടത്? നിങ്ങൾ ചിന്തിക്കൂ. ഈ ബില്ലിനെ തോൽപ്പിക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിക്കണം. ഇല്ലെങ്കിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. നന്ദി, നമസ്കാരം.